ഹായ് ഗായ്സ്, വെൽക്കം ടു ന്യൂട്രി ബേബി കിച്ചൻ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് മക്കൾക്കൊക്കെ ഈവനിങ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓട്സ് പ്ലെയിൻ ആയിട്ട് കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുമ്പോൾ വലിയ ഇഷ്ടമല്ല അല്ലേ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടാ, എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഞാൻ അതിൽക്കൊരു ഹാഫ് പോർഷന് മാങ്ങയും ഹാഫ് പോർഷൻ ആപ്പിളും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കണില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതൊക്കെ നന്നായി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. കണ്ട, ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഓട്സ് ആണെങ്കിൽ നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ ഫ്രൂട്ട്സിൻ്റെ, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം പനകൽക്കണ്ടോ തേനോ അല്ലെങ്കിൽ ശർക്കര വേറെ എന്താണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇനിയും മധുരം ഒട്ടും കഴിക്കാത്ത ആൾക്കാരാണ്, വല്ല ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിലൊട്ടും മധുരം ആഡ് ചെയ്യണ്ട കേട്ടോ. കാരണം നമ്മൾ ഇട്ടിട്ടുള്ള ഫ്രൂട്ട്സിൽ അത്യാവശ്യം കുറച്ച് മധുരം ഉണ്ടാവും. അപ്പം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് സാൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തോട്ടാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് സ്റ്റൗ ടോപ്പിൽ വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. കാരണം ഓട്സ് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞാൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളെടുത്തിട്ട് അതിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. എന്തായാലും നമ്മളെ മക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.